ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ ആം ഷിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുള്ളത് ഒരു ക്രിസ്മസ് ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് ക്രിസ്മസ് ഡെസ്ക് മേക്ക് ഓവറിങ് വീഡിയോ ആണ്. ക്രിസ്മസിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ക്രിസ്മസ് ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ചെയ്താലോ? സോ ഇതാണ് നമ്മുടെ ബിഫോർ ലുക്ക് എന്ന് പറയുന്നുള്ളത്. അപ്പോൾ ഇതിനൊന്ന് തുടച്ച് വൃത്തിയാക്കി സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി വെക്കണം. സോ അതല്ലാതെ വെച്ചപ്പോൾ തന്നെ ഏകദേശം നല്ല വൃത്തിയുണ്ട്. ഇപ്പം നിങ്ങളെ നോക്കിക്കേ. പിന്നെ ഇതാ അവിടെ നമ്മളൊരു ചെടി ഉണങ്ങി നിൽക്കുന്നുണ്ട്. ഞാൻ കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കുമായിരുന്നു, പക്ഷേ കുറേ ദിവസമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തില്ല. അപ്പോൾ പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ഫുള്ളാക്കിയിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തു. പക്ഷെ അത്രക്ക് ഒഴിക്കാൻ പാടില്ല എന്നാണ് ഉമ്മച്ചി പറഞ്ഞത്. അത് പിന്നെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ ബോട്ടിൽ മാറ്റിയിട്ട് ഒരു ഏകദേശം റെഡ് കളറിലൊക്കെ ഉള്ള ഒരു കപ്പ് വെച്ചിട്ടുണ്ട്. കാരണം ക്രിസ്മസ് ആയി ബന്ധപ്പെട്ടിട്ടുള്ള കളറാവണമല്ലോ. പിന്നെ വേറെ കുറച്ച് സാധനങ്ങളും കൂടി വെക്കാനുണ്ട്. ഇനി ബെഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബെഡുമ്പോൾ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ എല്ലാവർക്കും ഒരു മേരി ക്രിസ്മസ്. ബെഡിൻ്റെ ബെഡ്ഷീറ്റിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു റെഡ് കളർ ആയതുകൊണ്ട് തന്നെ ഞാൻ അത് മാറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാനൊരു ചെറിയ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ക്രിസ്മസ് ട്രീ ഓർഡർ ചെയ്താൽ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഈ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്തതാണ്. അതായത് 20th എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതിനൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു റോൾ എടുത്തിട്ടുണ്ട്. പിന്നെ ടിഷ്യൂവിൻ്റെ റോളുണ്ട്, പക്ഷെ അത് നല്ല തടിയുണ്ട്, അതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. അപ്പം ഇനി എന്തായാലും നമുക്കിതിന് വെച്ച് നോക്കാം. അതിനാണെന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത ഭാഗം കുറച്ച് നെളിഞ്ഞ്, അതായത് ഒരു നല്ല ഷേപ്പിലല്ലാതെ കിട്ടുക. അപ്പോൾ ഞാൻ അത് ഉള്ളോട്ട് വെച്ചു. അപ്പോൾ താഴെ നല്ല സർക്കിൾ ഷേപ്പിൽ തന്നെ കിട്ടും. അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പം കാണാനും കുറച്ച് രസമൊക്കെ ഇല്ലേ? ഷാഡോയിൽ കാണാൻ വേറെ എന്തോ മതിയിരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ കുട്ടി ക്രിസ്മസ് ട്രീ. അതിന് ഞാൻ നമ്മളെ സ്റ്റഡി ടേബിളിൻ്റെ ഏറ്റവും മുകളിലായിട്ടൊരു സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വളഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് റെഡിയാക്കി വെച്ച് കൊടുത്തു. പിന്നെ നെക്സ്റ്റ് ഒരു സംഭവമാണ് കേട്ടോ ഇത് നമ്മുടെ സീതപ്പഴം ഉണങ്ങി പരുവായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇത് ഞാനിങ്ങനെ നമ്മുടെ മുറ്റത്തിലൂടെയൊക്കെ നടന്നപ്പോൾ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് എടുത്തു വന്നിട്ടുണ്ട്. അതെന്തിനാണ് എടുത്തതെന്ന് ചോദിച്ചാൽ അതൊരു വേറൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കയ്യിൽ വേറൊരു സാധനം ഉണ്ട്, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പം എന്തായാലും ഇങ്ങനെയാണ് നമ്മൾ ഈ സൈഡിലൊന്ന് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഒന്ന് ചെറുതായിട്ട് കടിച്ചു. അപ്പോൾ ഞാൻ ആ സീതപ്പായം എന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം കണ്ടു. ഇത് വാഷ് ബേസിൻ്റെ ഒരു സൈഡിലായിട്ടാണുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. സോ അതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എൻ്റെ ഡേ ഇൻ മൈ ലൈഫൊക്കെ കാണുന്നവർക്ക് അറിയാമായിരിക്കും. കാണാത്തവർക്ക് ഞാൻ പ്ലേലിസ്റ്റിൽ വെച്ചിട്ടുണ്ട്. കുറേ മീൻസ് കുറച്ചൊക്കെ ഉണ്ട്. ദെൻ കുറച്ച് ഷോക്സുകളാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഞാൻ കളർ A4 പിന്നെ സാധാരണ A4 വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഞാൻ അവിടെ ഇവിടെയൊക്കെ തൂക്കിയിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് റിയലാണ്. പക്ഷെ നമ്മൾ അത് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് എവിടെയെങ്കിലുമൊക്കെ ഒന്നായിട്ട് സ്റ്റിക്ക് ചെയ്യണം. അതിനു മുമ്പ് എവിടെ വെക്കും എന്നുള്ളതൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ 2 സ്ഥലങ്ങളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ 2 സ്ഥലത്തിലും വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇവിടെ വെച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു, അവിടെ വെച്ചപ്പോൾ അങ്ങനെയുമായിരുന്നു. ചില ഷോക്സിൻ്റെ ഒക്കെ കാല് വലിയതായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചിലതിൻ്റെയൊക്കെ നല്ല രസത്തിൽ നിൽക്കുന്നുണ്ട്. പിന്നെ എൻ്റെ സ്റ്റഡി ടേബിളിൽ നിന്ന് താഴെ നിസ്കാര കുപ്പായുണ്ട്. അത് നിങ്ങളാരും മൈൻഡ് ആക്കണ്ട. ഞാൻ നല്ല ലൂസാക്കിയിട്ടാണ് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നിൽക്കുന്നുള്ളത്. സോ രാവിലൊക്കെ ഈ കർട്ടനൊക്കെ പൊന്തിച്ച് വെച്ച് കാണാൻ നല്ല രസമുണ്ട്. ഇത് ഉച്ചയാണ് കേട്ടോ. ഉച്ച മീൻസ് ഒരു 11 മണി ആ ഒരു ടൈമിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നുള്ളത്. അതായത് സ്കൂളിലാത്തൊരു ദിവസത്തെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ റൂമിൻ്റെ ഒരു ഫൈൽ ലുക്ക് എന്ന് പറയുന്നുള്ളത് ഇതാണ്. ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ട് 1. പാർട്ട് 2 വേണ്ടവർ കമൻറ്റ് ചെയ്യൂ. പാർട്ട് 2 ഞാൻ ഇടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് DIY ആയിട്ടുള്ള ഡെക്കോർ അങ്ങനത്തെ ഒക്കെയാണ്. അപ്പോൾ ഞാൻ ആ ക്രിസ്മസ് ട്രീ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. ശ്രദ്ധിച്ച് നോക്കിക്കോളി. അപ്പോൾ ഇവിടെ നമ്മളെ ചാനൽ എടുത്ത് നോക്കിയാൽ വീഡിയോസിൽ പോയിട്ട് അവിടെ കണ്ടു. അത് നമ്മൾ ഓൾഡസ്റ്റ് നോക്കിയാൽ നമ്മുടെ പഴയ വീഡിയോസൊക്കെ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പണ്ടത്തെ വീഡിയോസ്. അപ്പോൾ അതിലിങ്ങനെ താഴേക്ക് കുറച്ച് ഇങ്ങനെ നീങ്ങിപ്പോയാൽ മതി. ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ കുറച്ച് നീക്കി പോവാം. അപ്പോൾ നമുക്കിതാ ഇവിടെ കാണാൻ പറ്റും ക്രിസ്മസ് സ്പെഷ്യൽ എന്നൊക്കെ എഴുതിയിട്ടുള്ള നമ്മുടെ ഒരു ട്രീ ആണ് കേട്ടോ. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ.
സോ അത് നിങ്ങളൊന്ന് നോക്കാം. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളത് എന്ന്. അപ്പോൾ എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ട്രീ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. പക്ഷേ അത് പണ്ടുണ്ടാക്കിയതുകൊണ്ട് തന്നെ ഞാൻ പുതിയതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയതിൻ്റെ കോൾ നിങ്ങൾ കണ്ടില്ലേ, ഒരു മെലിഞ്ഞൊട്ടിയിട്ട്. ഇത് പിന്നെ എൻ്റെ ഇക്കാക്ക ഉണ്ടാക്കിയതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. സോ പാർട്ട് 2 വെയിറ്റ് ചെയ്യൂ. നല്ല കിടുകിടിലും വീഡിയോസ് ആയി വരും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്.